പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റിലെ 3rd ലെസൺ മിറർ, സിൽവിയ പ്ലാത്തിൻ്റെ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോയമാണിത്. ഈ ലെസൺ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. സിൽവിയ പ്ലാത്ത്, born in 1932 and died in 1963, was an American poet, novelist and writer of short stories. 1932 ജനിച്ച് 1963 മരണപ്പെട്ട സിൽവിയ പ്ലാത്ത് അമേരിക്കൻ പോയറ്റും നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും എല്ലാമായിരുന്നു. വെറും 31 years, 31 വർഷങ്ങൾ മാത്രമാണ് അവർ ജീവിച്ചത്. ഷി വാസ് ബോൺ ഇൻ ബോസ്റ്റൺ, മെസാച്യുസെറ്റ്സ്. അമേരിക്കയിൽ മെസാച്യുസെറ്റ്സിൽ ബോസ്റ്റണിലാണ് അവർ ജനിച്ചത്. ഹെർ മോസ്റ്റ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ആർ ഇൻ ദ ജോൺറി ഓഫ് കൺഫെഷണൽ പോയട്രി. കവിതാ മേഖലയിൽ കൺഫെഷണൽ പോയട്രി എന്ന വിഭാഗത്തിലായിരുന്നു അവരുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ. ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ റൈറ്റേഴ്സ് ഓഫ് ദ 20th century. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളായിരുന്നു സിൽവിയ പ്ലാത്ത്. She published a collection of poems in her lifetime, The Colossus, in 1960, and a semi-autobiographical novel, The Bell Jar, in 1963. അവരുടെ കവിതാ സമാഹാരം ദ കൊളോസസ് അവരുടെ ജീവിതകാലത്ത് 1960 തന്നെ അവർ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ, ആത്മകഥാംശം നിറഞ്ഞ ഒരു നോവലും ദ ബെൽ ജാർ 1963 അവർ പ്രസിദ്ധീകരിച്ചു. She won a posthumous Pulitzer Prize for Poetry in 1982 for the collected poems published in 1981, almost 20 years after her death. അവർ മരണപ്പെട്ട ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം 1981 അവരുടെ കളക്റ്റഡ് പോയംസ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ കവിതാ സമാഹാരത്തിന് 1982 മരണാനന്തര ബഹുമതിയായി അവർക്ക് പുലിറ്റ്സർ പ്രൈസും ലഭിച്ചു. Now, let's read and enjoy. Have you ever looked into a mirror and wondered who you truly are beneath the surface? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കണ്ണാടിയിൽ നിങ്ങളുടെ റിഫ്ലക്ഷൻ കാണുമ്പോൾ ഈ റിഫ്ലക്ഷന് പിന്നിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്നും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? What happens when the reflection staring back at you is not just a silent observer but a witness to your deepest secrets? നിങ്ങളുടെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കാണുമ്പോൾ അത് നിങ്ങളുടെ വെറും ഒരു സൈലന്റ് ഒബ്സർവർ, നിശബ്ദനായ ഒരു നിരീക്ഷകൻ മാത്രമല്ല എന്നും, മറിച്ച് എ വിറ്റ്നസ് ടു യുവർ ഡീപ്പസ്റ്റ് സീക്രറ്റ്സ്, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളുടെയും ഒരു വിറ്റ്നസ്, നേർസാക്ഷിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും? Here is a poem that explores how a mirror image shapes the person we see and the one we struggle to accept. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ രൂപപ്പെടുത്തുന്ന നമ്മുടെ മിറർ ഇമേജുകൾ പിൽക്കാലത്ത് നമുക്ക് തന്നെ അംഗീകരിക്കാൻ പ്രയാസമാകുന്ന തരത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയെ വിശദീകരിക്കുന്ന ഒരു കവിത ഇതാ ഇവിടെ നമുക്ക് വായിക്കാം, ആസ്വദിക്കാം. Before going through the lines of the poem, let's examine some important features of the poem. Theme of the poem. The poem explores the identity crisis a woman faces as she struggles to accept her aging self reflected in the mirror. It also shows that aging is inevitable with the passage of time, whether it is comforting or disturbing. ഈ കവിതയുടെ പ്രധാന ആശയമായിട്ട് വരുന്നത് ഐഡന്റിറ്റി ക്രൈസിസ്. ഒരു സ്ത്രീ തൻ്റെ വാർദ്ധക്യത്തിലെത്തിയ രൂപത്തെ സ്വീകരിക്കാൻ പ്രയാസപ്പെടുന്ന ഐഡന്റിറ്റി ക്രൈസിസ്, അതായത് പാസേജ് ഓഫ് ടൈം, കാലത്തിൻ്റെ കടന്നുപോക്കോടു കൂടി നാം തീർച്ചയായും വാർദ്ധക്യത്തിലെത്തും. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ വെദർ ഇറ്റ് ഈസ് കംഫേർട്ടിംഗ് ഓർ ഡിസ്റ്റർബിംഗ്. നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതോ ആശ്വാസമുണ്ടാക്കുന്നതോ ഏതവസ്ഥയിലാണെങ്കിലും യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള ഒരാശയത്തെയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. മെസ്സേജ് ഓഫ് ദ പോയം. The poem teaches us that facing the truth about ourselves is necessary even if it is painful, and that beauty and youth are temporary. കവിത നൽകുന്ന സന്ദേശം, പല കാര്യങ്ങളും നമ്മുടെ മനസ്സിന് പ്രയാസകരമാണെങ്കിലും നമ്മെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നാം അംഗീകരിച്ചേ പറ്റൂ. യുവത്വവും സൗന്ദര്യവുമൊക്കെ കാലത്തിൻ്റെ കടന്നുപോക്കോടുകൂടി മാറ്റങ്ങൾക്ക് വിധേയമാകും. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നാം അംഗീകരിക്കണം.
ഇതാണ് കവിത നൽകുന്ന സന്ദേശം. ടോൺ ഓഫ് ദ പോം. The tone is honest, serious and sometimes sad, as the mirror calmly reflects reality without bias. ഈ കവിതയുടെ ധ്വനി വളരെ സത്യസന്ധമാണ്, ഗൗരവത്തിലുള്ളതാണ്, പലപ്പോഴും ദുഃഖസാന്ദ്രവുമാണ്. കണ്ണാടി പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നു. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ദുഃഖം കൊണ്ടുവരുന്നു. അതിനനുസൃതമായ ഒരു ദുഃഖസാന്ദ്രമായ ധ്വനിയും ഈ കവിതയ്ക്കുണ്ട്. സ്റ്റൈൽ ഓഫ് ദ പോം. The poem is written in free verse, with no regular rhyme, rhythm or meter, giving the mirror a natural and honest voice. കവിത ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ റിത്മിക് പാറ്റേൺ, റൈം സ്കീം, മീട്രിക് പാറ്റേൺ ഒന്നും കവിതയ്ക്കില്ല. അത്തരത്തിൽ കവിത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡ്രമാറ്റിക് മൊമെൻറ്റ്സ് ഒന്നുമില്ലാതെ തന്നെ കവിതയിലെ സ്പീക്കറായ മിറർ വളരെ സത്യസന്ധമായി കാര്യങ്ങളെ നാച്ചുറലായി, ഓണസ്റ്റായി അവതരിപ്പിക്കുന്നു. The 2 9-line stanzas resemble a mirror image, with one reflecting the other. കവിതയ്ക്ക് 2 സ്റ്റാൻസുകളാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 9 ലൈൻസ് വീതം. ഇതിൽ ഒരു സ്റ്റാൻസ മറ്റൊന്നിനെ പ്രതിഫലിപ്പിക്കുന്ന പോലെയുള്ള ഒരു മിറർ ഇമേജ് പോലെയാണ് ഈ കവിത വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. Now let's go through the lines of the poem. The speaker of the poem is mirror itself. ഈ കവിതയുടെ സ്പീക്കർ മിറർ, കണ്ണാടി തന്നെയാണ്. കവി മിറർ എന്ന ഒരു ഒബ്ജക്റ്റിനെ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു വസ്തുവാക്കി സങ്കല്പിച്ചിരിക്കുന്നു. അതായത് പെർസോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കവിത തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മിറർ ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കണ്ട് സംസാരിക്കുന്നു, വിശദീകരിക്കുന്നു. I stands for the mirror. I am silver and exact. I have no preconceptions. The mirror says it is bright and perfectly accurate. It has no prejudice or opinion about people or objects. കണ്ണാടി പറയുന്നത് അത് വളരെ തിളക്കമാർന്ന വ്യക്തതയുള്ള ഒന്നാണ്. അതിൽ പതിക്കുന്ന വസ്തുക്കളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ യാതൊരുവിധ മുൻവിധിയോ അഭിപ്രായങ്ങളോ ഇല്ല. The word silver refers to the shining and clear surface of the mirror. സിൽവർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കണ്ണാടിയുടെ തിളക്കമാർന്ന വ്യക്തതയാർന്ന അതിൻ്റെ സർഫസ്, ഉപരിതലത്തെയാണ്. എക്സാക്ട് മീൻസ് the mirror shows object exactly as they are. എക്സാക്ട് എന്ന പദം അർത്ഥമാക്കുന്നത് ആ മിറർ അതിൽ പതിക്കുന്ന വസ്തുക്കളെ എക്സാക്ട്ലി ആസ് ദേ ആർ, അവ ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നോ പ്രീകൺസെപ്ഷൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മിറർ ഡസ് നോട്ട് ജഡ്ജ് ഓർ ഫോം ഒപ്പീനിയൻസ് ലൈക്ക് ഹ്യൂമൻസ് ഡു. മനുഷ്യൻ ചെയ്യുന്ന പോലെ തരത്തിലുള്ള ഏതെങ്കിലും അഭിപ്രായങ്ങളോ മുൻവിധികളോ ഈ കണ്ണാടി ഉണ്ടാക്കുന്നില്ല. അതാണ് നോ പ്രീകൺസെപ്ഷൻസ്, മുൻവിധികളോ അഭിപ്രായങ്ങളോ ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Whatever I see, I swallow immediately. The mirror absorbs whatever appears before it and reflects it immediately. കണ്ണാടി പറയുന്നു, കണ്ണാടിയിൽ പതിക്കുന്ന ഏതൊരു വസ്തുവിനെയും കണ്ണാടി വളരെ വേഗം സ്വീകരിക്കുന്നു. ആൻഡ് റിഫ്ലെക്ട്സ്, അതേ വേഗത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. എവറിഥിങ് ഇമ്മീഡിയറ്റ്ലി, എല്ലാം വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. സ്വാലോ ഇമ്മീഡിയറ്റ്ലി എന്ന ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് മീൻസ് ദ മിറർ അബ്സോർബ്സ് ആൻഡ് റിഫ്ലെക്ട്സ് ഇമേജസ് അറ്റ് വൺസ് വിതൗട്ട് ഡിലേ ഓർ തോട്ട്. കണ്ണാടിയിൽ പതിക്കുന്ന വസ്തുക്കളെ അബ്സോർബ്സ്, ആക്സെപ്റ്റ്സ്, സ്വീകരിക്കുന്നു, ആൻഡ് റിഫ്ലെക്ട്സ്, അതേ വേഗത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. എല്ലാം അറ്റ് വൺസ്, വളരെ പെട്ടെന്നാണ്. വിതൗട്ട് ഡിലേ ഓർ തോട്ട്, ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഡിലേ ഓർ തോട്ട്, ഏതെങ്കിലും തരത്തിൽപ്പെട്ട മനുഷ്യരെ പോലെ ചിന്തിച്ചുകൊണ്ടോ സമയം വൈകിപ്പിച്ചുകൊണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാം ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന്. 2 കാര്യങ്ങളാണ് ഇവിടെ കണ്ണാടി ചെയ്യുന്നത്. കണ്ണാടിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വസ്തുക്കളെ അബ്സോർബ് ചെയ്യുന്നു, അത് സ്വീകരിക്കുന്നു ആദ്യം. അതേ വേഗത്തിൽ തന്നെ റിഫ്ലെക്ട്സ്, പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, അൺമിസ്ഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. എങ്ങനെയാണ് കണ്ണാടിയിൽ പതിക്കുന്ന ഒരു വസ്തുവിനെ അബ്സോർബ് ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്യുന്നതും? ദ മിറർ ഷോസ് ഇമേജസ് ആസ് ദേ ആർ. എങ്ങനെയാണോ വസ്തുക്കൾ അതേ രീതിയിൽ തന്നെയാണ്. വിതൗട്ട് ബീയിങ് ചേഞ്ച്ഡ് ബൈ ഇമോഷൻസ്,
ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു മാനസിക വികാരങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടല്ല. Unmessed by love or dislike suggests that human emotions like love and hate often distort reality. Unmessed by love or dislike എന്ന ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ലവ് ആൻഡ് ഹേറ്റ്, സ്നേഹം, വെറുപ്പ് തുടങ്ങിയ വികാരങ്ങളൊക്കെ പലപ്പോഴും ഡിസ്റ്റോർട്ട് റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ മാറ്റിമറിച്ചേക്കാം, യാഥാർത്ഥ്യങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിച്ചേക്കാം. But the mirror shows images without such emotions of favoritism or injustice. എന്നാൽ കണ്ണാടി അതിൽ പതിക്കുന്ന വസ്തുക്കളെ യാതൊരു തരത്തിൽപ്പെട്ട വികാരങ്ങൾക്കും വിധേയമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫേവറിറ്റിസം, പക്ഷപാതമോ ഓർ ഇൻജസ്റ്റിസ്, അനീതിയോ അത് കാണിക്കില്ല. എങ്ങനെയാണോ വസ്തു കാണപ്പെടുന്നത്, ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, അതേ രൂപത്തിൽ തന്നെ കണ്ണാടി സ്വീകരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഐ ആം നോട്ട് ക്രൂവൽ, ഓൺലി ട്രൂത്ത്ഫുൾ. കണ്ണാടി പറയുന്നു, ഞാൻ ഒരിക്കലും ക്രൂരമല്ല, സത്യസന്ധമാണ്. The mirror is not cruel because it only shows things exactly as they are. കണ്ണാടി ഒരിക്കലും ക്രൂരമല്ല, കാരണം അത് വസ്തുക്കളെ കാണിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മാത്രമാണ്. If the image reflected in the mirror hurts a person, it is because the person finds it difficult to accept reality, not because of the mirror itself. കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇമേജ് അയാൾ വേദനിപ്പിക്കുന്നു എങ്കിൽ യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള അയാളുടെ പ്രയാസം കാരണമാണ് അയാൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നത്. അതല്ലാതെ കണ്ണാടി ക്രൂരമായതുകൊണ്ടല്ല. കണ്ണാടി സത്യസന്ധമായ ഇമേജുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ. The eye of a little god, four corners. The mirror compares itself to the eye of a little god because, like a god, it sees everything clearly and without error. മിറർ അതിനെ കമ്പയർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കണ്ണിനോടാണ്. ദൈവത്തിൻ്റെ കണ്ണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നു, സത്യസന്ധമായി റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണാടി അതിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ വസ്തുക്കളെയും കാണുകയും വളരെ സത്യസന്ധമായി വിതൗട്ട് എറർ, യാതൊരു പിഴവും കൂടാതെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. The phrase eye of a little god suggests the mirror's all-seeing and truthful nature. ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണാടിക്ക് എല്ലാ വസ്തുക്കളെയും കാണാനും സത്യസന്ധമായി വളരെ ട്രൂത്ത്ഫുള്ളായി പ്രതിഫലിപ്പിക്കാനുമുള്ള കഴിവിനെയാണ്. The word four corners shows that the mirror has a fixed boundary of vision and it reflects only what comes before it. Four cornered എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മിറർ അതിനൊരു ഫിക്സ്ഡ് ബൗണ്ടറി ഉണ്ട്. അതിന് മുമ്പിൽ വരുന്ന വസ്തുക്കളെ മാത്രമേ അതിന് കാണാനും പ്രതിഫലിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന ഒരു ലിമിറ്റേഷനാണ് ഫോർ കോർണേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It also suggests that the mirror has no emotions or personal feelings while reflecting images. മാത്രമല്ല മിറർ അതിന് യാതൊരു തരത്തിലുള്ള ഇമോഷൻസ് ഓർ പേഴ്സണൽ ഫീലിങ്സ്, മാനുഷികമായ വികാരങ്ങൾ ഒട്ടുമേയില്ല. തന്നിൽ വരുന്ന വസ്തുക്കളെ അതേ രൂപത്തിൽ സ്വീകരിക്കുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് മാത്രമാണ് അതിൻ്റെ ഫങ്ഷൻ. Most of the time I meditate on the opposite wall. When nothing comes before it, most of the time the mirror reflects the wall in front of it calmly. മിക്ക സമയത്തും മറ്റു വസ്തുക്കളൊന്നും തന്നെ കണ്ണാടിക്ക് മുമ്പിൽ വരാത്തപ്പോൾ തൻ്റെ ഓപ്പോസിറ്റുള്ള വാൾ, ചുമരിനെ അത് വളരെ ശാന്തമായി റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. The phrase I meditate suggests that the mirror is a silent observer. ഈ വരിയിൽ പറയുന്ന I meditate എന്നുള്ള ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണാടി വളരെ ശാന്തമായ ഒരു സൈലന്റ് ഒബ്സർവറാണ്. വളരെ ശാന്തമായി നിശബ്ദമായി കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. It is pink with speckles. The wall is pink in color and has small spots on it. തൻ്റെ ഓപ്പോസിറ്റുള്ള വാൾ അതിൻ്റെ നിറം പിങ്ക് ആണ്. അതിൽ ധാരാളം സ്പോട്സ്, ചെറിയ കറുത്ത പുള്ളികളുണ്ട്. The words with speckles shows that the mirror notices and reflects even the smallest details truthfully. ഈ വരിയിൽ പറയുന്ന with speckles എന്നുള്ളത് ആ ഫ്രേസ് സൂചിപ്പിക്കുന്നത് മിറർ അതിന് മുമ്പിൽ വരുന്ന വസ്തുക്കളിലെ ചെറിയ പുള്ളികളെപ്പോലും, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്മോളസ്റ്റ് ഡീറ്റെയിൽസ് പോലും വളരെ സത്യസന്ധമായി ക്ലിയറായി റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ്. I have looked at it so long. The mirror has been looking at the wall for a long time. ഈ കണ്ണാടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചുമരിനെ ഏറെ നാളുകളായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഈ കണ്ണാടിയും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചുമരും അതേ രൂപത്തിൽ നിലകൊള്ളുന്നു. I think it is part of my heart. The mirror feels emotionally that the wall is part of its heart. കണ്ണാടിക്ക് തൻ്റെ മുമ്പിൽ ഏറെക്കാലമായി താൻ കാണുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വാൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി തോന്നുന്നു. ഇത് തീർത്തും ഐറോണിക്കലായ ഒരു പ്രയോഗമാണ്. Though the mirror claims to be emotionless, it ironically reveals an emotional bond with the wall by describing it as part of its heart. താൻ ഏറെക്കാലമായി കാണുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വാൾ, ചുമർ, തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഇത്രയും നാൾ താൻ ഇമോഷൻലെസ് ആണ്, യാതൊരു വികാരവുമില്ലാത്ത തീർത്തും ഇമോഷൻലെസ് ആണെന്ന് അവകാശപ്പെട്ടിരുന്ന കണ്ണാടിക്ക് ഒരു ഇമോഷണൽ ബോണ്ട്, വൈകാരികമായ ബന്ധത്തെ ഇവിടെ കാണിക്കേണ്ടി വരുന്നു. ഇത് ഐറണിയാണ്. ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്, എന്നാൽ തന്നിൽ സ്ഥിരമായി കാണുന്ന റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ആ ചുമർ അത് പലപ്പോഴും പലതരത്തിലുമുള്ള ഡിസ്റ്റർബൻസിന്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. The image of the wall is often disturbed. The word flickers indicates that the image of wall is disturbed when people pass by or light changes. കണ്ണാടിക്ക് മുമ്പിലൂടെ ആളുകൾ കടന്നു പോകുമ്പോഴും പകൽ വെളിച്ചം പോയി ഇരുട്ട് വരക്കുമ്പോഴും കണ്ണാടിയിൽ സ്ഥിരമായി റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന വാൾ, ആ ചുമർ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് തടസ്സപ്പെടുന്നു. Faces and darkness separate us over and over. People come in front of the mirror and darkness comes at night, separating the wall from the mirror again and again. ജനങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ പലവട്ടം വരുന്നു, ഓരോ രാത്രിയിലെ ഇരുട്ടും. ഇവ രണ്ടും പലവട്ടം കണ്ണാടിയെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചുമരിനെയും പരസ്പരം വേർപ്പെടുത്തുന്നു. The phrase over and over shows the repeated cycle of life and time. ഈ വരിയിലെ ഓവർ ആൻഡ് ഓവർ എന്ന ഫ്രേസ് ജീവിതഘട്ടത്തിലെ പലവട്ടം ആവർത്തിക്കപ്പെടുന്ന റിപ്പീറ്റഡ് സൈക്കിൾ, ഒരാവർത്തന ചക്രത്തെ സൂചിപ്പിക്കുന്നു. നൗ ഐ ആം എ ലേക്ക്. ഇപ്പോൾ മുതൽ ഞാനൊരു ലേക്ക്, തടാകമാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ മുതൽ ഈ കവിതയ്ക്കൊരാശയ ഗാംഭീര്യം കൈവരുന്നു. അറ്റ് ദിസ് പോയിന്റ് ദ മിറർ കമ്പയർസ് ഇറ്റ്സെൽഫ് ടു എ ലേക്ക്. ഇപ്പോൾ മുതൽ കണ്ണാടി അതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ലേക്കിനോടാണ്, തടാകത്തോട്. The word now suggests a change with the passage of time in human life. Now എന്ന പദത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. Unlike a flat mirror, a lake has depths. ഒരു തടാകത്തിന് ഒരു മിറർ ലൈക്ക് സർഫസ് ഉണ്ട്, കണ്ണാടി പോലെയുള്ള ഒരു ഉപരിതലമുണ്ട്. എന്നാൽ ആ പരന്ന ഉപരിതലത്തിനുമപ്പുറം എ ലേക്ക് ഹാസ് ഡെപ്ത്, ഒരു തടാകത്തിന് ആഴമുണ്ട്. Therefore, the lake surface does not merely reflect outward appearance, but reveals deeper inner emotions of the images. അതുകൊണ്ട് തന്നെ ഒരു തടാകം വസ്തുക്കളെ അതിൻ്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ്, അതിൻ്റെ പുറം രൂപത്തെ മാത്രമല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്, മറിച്ച് ആ തടാകം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇമേജുകളുടെ ഡീപ്പർ ആൻഡ് ഇന്നർ ഇമോഷൻസ്, അതിൻ്റെ അഗാധമായ ആന്തരികമായ വികാരങ്ങളെയും അത് പ്രതിഫലിപ്പിക്കുന്നു. A woman bends over me. A woman bends over to look into the mirror, now described as a lake. ഇപ്പോൾ ഒരു ലേക്ക് എന്ന് പറയപ്പെടുന്ന ആ കണ്ണാടിയിലേക്ക് നോക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ തൻ്റെ ശരീരം വളച്ചുകൊണ്ട് കുനിഞ്ഞുകൊണ്ട് നോക്കുന്നു. The action bends over suggests that she looks at her reflection seriously and anxiously, as if examining the changes that have taken place in her. ഇവിടെ bends over എന്നുള്ള ആ ഫ്രേസ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ആ സ്ത്രീ വെറുതെ തൻ്റെ റിഫ്ലക്ഷൻ കാണുന്നതിന് വേണ്ടി വളരെ കാഷ്വലായിട്ടല്ല കണ്ണാടിയിലേക്ക് നോക്കുന്നത്, മറിച്ച് വളരെ സീരിയസ്ലി ആൻഡ് ആങ്ഷ്യസ്ലി, വളരെ ഗൗരവത്തിലും അല്പം ആകാംക്ഷയോടു കൂടിയാണ്, ആശങ്കയോടു കൂടിയാണ് അവർ ഈ തടാകത്തിലേക്ക് അഥവാ കണ്ണാടിയിലേക്ക് ഇപ്പോൾ നോക്കുന്നത്. ആസ് ഇഫ് എക്സാമിനിങ് ദ ചേഞ്ചസ് ദാറ്റ് ഹവ് ടേക്കൻ പ്ലേസ് ഇൻ ഹർ. അവളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ശരിയാം വിധം പരിശോധിക്കാൻ വേണ്ടി എന്ന പോലെ വളരെ സീരിയസ്ലി ആൻഡ് ആങ്ഷ്യസ്ലി, ഗൗരവത്തിലും ആശങ്കയിലുമാണ് അവർ നോക്കുന്നത്. സെർച്ചിങ് മൈ റീച്ചേഴ്സ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്. She tries to see how the mirror, now a lake, truly reflects her. അവർ പരിശ്രമിക്കുന്നത്
കണ്ണാടി അഥവാ ലേക്ക് ഏത് രൂപത്തിലാണ് അവളെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് കാണുന്നതിന് വേണ്ടി അവൾ വളരെയധികം പരിശ്രമിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയാണ് കണ്ണാടിയിലേക്ക് വളഞ്ഞ് നോക്കുന്നത്. She is more concerned about her true identity than her outward beauty. തൻ്റെ പ്രത്യക്ഷത്തിലുള്ള രൂപം, ഭംഗി കാണുന്നതിനും അപ്പുറം തൻ്റെ ഐഡന്റിറ്റി തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ചാണ് അവൾ നോക്കുന്നത്. അതിലാണ് അവർ ആശങ്ക കൊള്ളുന്നത്. ആ രൂപത്തിൽ വളരെ ഗൗരവത്തിലാണ് അവർ തൻ്റെ ശരീരം വളച്ചുകൊണ്ട് ഇപ്പോൾ നോക്കുന്നത്. Then she turns to those liars, the candles or the moon. She does not like her clear and real image reflected in the mirror. ഈ കണ്ണാടിയിൽ അഥവാ ലേക്കിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന അവരുടെ വ്യക്തമായ യഥാർത്ഥമായ രൂപം കാണാൻ ആ സ്ത്രീക്ക് ഇപ്പോൾ താല്പര്യമില്ല. Then she prefers the soft dim light of the candles or the moon because it does not show clearly the signs of aging on her face. കാരണം കാൻഡിൽസ് ഓർ മൂൺ അവയുടെ ഡിം ലൈറ്റ്, മങ്ങിയ വെളിച്ചമാണ് അവർക്കിപ്പോൾ താല്പര്യം. കാരണം ആ മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ മുഖത്ത് കാണപ്പെടാൻ തുടങ്ങിയിരിക്കുന്ന പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തമായി കാണില്ല. അതാണ് ഇപ്പോൾ അവർക്ക് താല്പര്യം. The word liar suggests that candlelight and moonlight hide wrinkles, gray hair and other marks of aging, giving a false but comforting image. ലയേഴ്സ്, കളവ് പറയുന്നവർ എന്നർത്ഥം വരുന്ന ഈ പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാൻഡിൽ ലൈറ്റ് ആൻഡ് മൂൺ ലൈറ്റ്. ഇവ മങ്ങിയ വെളിച്ചമാണ്. ആ മങ്ങിയ വെളിച്ചത്തിൽ ആ സ്ത്രീയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്ന റിങ്കിൾസ്, ചുളിവുകൾ, ഗ്രേ ഹെയർ, നരക്കാൻ തുടങ്ങിയിരിക്കുന്ന തലമുടി, ആൻഡ് അതർ മാർക്സ് ഓഫ് ഏജിങ്, മറ്റ് പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ, ഇവയൊന്നും വ്യക്തമായി കാണില്ല. അങ്ങനെ ഗിവിങ് എ ഫാൾസ് ബട്ട് കംഫർട്ടിംഗ് ഇമേജ്, യാഥാർത്ഥ്യമല്ലെങ്കിലും അവർക്ക് മനസ്സിന് ആശ്വാസം പകരുന്ന ഒരു ഇമേജാണ് കാൻഡിൽ ലൈറ്റിലും മൂൺ ലൈറ്റിലും കാണപ്പെടുന്നത്. തടാകത്തിൻ്റെ അല്ലെങ്കിൽ കണ്ണാടിയുടെ വ്യക്തമായ പ്രതലത്തിൽ അവരുടെ യഥാർത്ഥ രൂപം കാണുന്നതിനേക്കാൾ മങ്ങിയ വെളിച്ചത്തിൽ പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ അവ്യക്തമായി കാണുന്ന അല്ലെങ്കിൽ അവ മറച്ചുവെച്ച് അവരുടെ രൂപം കാണിക്കുന്ന ആ ചിത്രം, ആ ഇമേജ് കാണാനാണ് ആ സ്ത്രീക്കിപ്പോൾ താല്പര്യം. I see her back and reflect it faithfully. The woman is unhappy with her true image and turns away from the mirror. മിററിൽ അവരുടെ യഥാർത്ഥ രൂപം കാണുമ്പോൾ ആ സ്ത്രീ ഒട്ടും ഹാപ്പിയല്ല, അവർ അൺഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവർ മിറർ വിട്ട് നടന്നകലുന്നു. However, the mirror continues to reflect her truthfully. എന്നാൽ കണ്ണാടിയിൽ നിന്നും നടന്നകലുമ്പോഴും പിന്തിരിഞ്ഞു പോകുമ്പോഴും കണ്ണാടി ആ രൂപത്തെ യഥാർത്ഥ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈവൻ ഫ്രം ബിഹൈൻഡ്, അത് പിറകുവശത്ത് നിന്നാണെങ്കിലും ശരി. The phrase her back suggests her rejection of truth and her inability to accept reality. ഈ വരിയിൽ പറയുന്ന her back എന്നുള്ള ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് her rejection of truth, സത്യത്തെ അംഗീകരിക്കാനുള്ള അവരുടെ വൈമനസ്യം, സത്യത്തെ തള്ളിക്കളയുന്ന ആ മനോഭാവത്തെയാണ് her back എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല and her inability to accept reality, യഥാർത്ഥത്തെ അംഗീകരിക്കാനുള്ള അവരുടെ വൈമനസ്യം, കഴിവില്ലായ്മ, ഇതൊക്കെയാണ് her back എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. She rewards me with tears and an agitation of hands. മിറർ പറയുന്നു ആ സ്ത്രീ തനിക്ക് റിവാർഡായി, പ്രതിഫലമായി നൽകുന്നത് ഒന്നുകിൽ tears, sadness, and an agitation of hands, അതല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ കരങ്ങൾ. ഒന്നുകിൽ ദുഃഖത്തോടെ, അതല്ലെങ്കിൽ അവരുടെ നെർവസ്നെസ്, അസ്വസ്ഥതയോടെ, അതല്ലെങ്കിൽ ആങ്കർ, ദേഷ്യത്തോടെയാണ് എന്നോട് പ്രതികരിക്കുന്നത്. എനിക്ക് പ്രതിഫലമായി ഇതൊക്കെയാണ് ആ സ്ത്രീ നൽകുന്നത്. She responds to the truth with sadness, nervousness or anger. കണ്ണാടി സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പക്ഷേ ആ സ്ത്രീ അതിന് പ്രതിഫലമായി നൽകുന്നതാകട്ടെ ഒന്നുകിൽ അവരുടെ ദുഃഖം, അതല്ലെങ്കിൽ അസ്വസ്ഥത, അല്ലെങ്കിൽ ദേഷ്യം. The word rewards is ironical as the mirror reflects truth but receives sadness, nervousness or anger in return. റിവാർഡ്സ് എന്നുള്ള പദം ഇവിടെ ഐറോണിക്കൽ എക്സ്പ്രഷൻ കൂടിയാണ്. കാരണം ദ മിറർ റിഫ്ലക്ട്സ് ട്രൂത്ത്, മിറർ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു, എന്നാൽ പകരമായി സ്വീകരിക്കുന്നതാകട്ടെ, ലഭിക്കുന്നതാകട്ടെ ദുഃഖമോ അസ്വസ്ഥതയോ ദേഷ്യമോ. ഇത് ഒരു ഐറോണിക്കൽ എക്സ്പ്രഷൻ കൂടിയാണ്. സത്യം പറയുന്നതിന് ദേഷ്യമോ ദുഃഖമോ പ്രതിഫലമായി ലഭിക്കുന്നു. Agitation of hands indicates
the woman's expression of nervousness or anger. Agitation of hands എന്നുള്ള ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ത്രീയുടെ അസ്വസ്ഥതയുടെ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പ്രകടനം. I am important to her. The mirror has always played a significant role in the woman's life. ആ സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ മിറർ. In her youth, she depended on it to admire her beauty, but now she finds it difficult to accept the truth it reflects about her aging self. യുവത്വകാലത്ത് തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അത് ക്രമീകരിക്കുന്നതിനുമൊക്കെ ആ സ്ത്രീ കണ്ണാടിയെ വളരെയധികം ആശ്രയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രായാധിക്യത്തെ കാണിക്കുന്ന ലക്ഷണങ്ങൾ അംഗീകരിക്കാനും സ്വീകരിക്കാനും അവർക്ക് പ്രയാസമാകുന്നു. She comes and goes. It has become her habit to repeatedly come and look into the mirror. പലവട്ടം കണ്ണാടിക്ക് മുമ്പിൽ വരികയും കണ്ണാടിയിലേക്ക് നോക്കുക എന്നുള്ളതും അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. Each morning it is her face that replaces the darkness. At daybreak, the mirror first sees the woman's face as the darkness of night disappears. രാത്രിയുടെ ഇരുട്ട് അപ്രത്യക്ഷമാകുമ്പോൾ ഓരോ പ്രഭാതത്തിലും കണ്ണാടി ആദ്യം കാണുന്നത് ആ സ്ത്രീയുടെ മുഖമായിരുന്നു. This highlights the beginning of each day and shows how important the mirror is in her life. ഈ വരി എടുത്തു കാണിക്കുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതായിരുന്നു കണ്ണാടി എന്നുള്ളതാണ്. അവരുടെ ഓരോ ദിനവും ആരംഭിക്കുന്നത് കണ്ണാടി നോക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ അവർ കണ്ണാടിയിൽ അവരുടെ വ്യക്തമായ രൂപം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. In me, she has drawn a young girl. She has been looking into the mirror since she was a young girl. ചെറുപ്പം മുതൽ ആ സ്ത്രീ കണ്ണാടിക്ക് മുമ്പിൽ വരുമായിരുന്നു, കണ്ണാടി നോക്കുമായിരുന്നു. Now she has grown older and is no longer young. ഇപ്പോൾ ആ സ്ത്രീ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, അവർ യുവതിയല്ല. With the passage of time, her youthful self has gradually disappeared. കാലത്തിന്റെ കടന്നുപോക്കോടൊപ്പം അവരുടെ യുവത്വവും അപ്രത്യക്ഷമായിരിക്കുന്നു. The word drowned suggests that her youth is lost forever and cannot be recovered. Drowned എന്നുള്ള പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അവരുടെ യുവത്വം വീണ്ടെടുക്കാൻ ആകാത്ത വിധം എന്നേക്കുമായി അപ്രത്യക്ഷമായിരിക്കുന്നു, അത് നഷ്ടമായിരിക്കുന്നു. And in me, an old woman, she has now become an old woman that she sees in the mirror. ആ സ്ത്രീ ഇപ്പോൾ വൃദ്ധയായിരിക്കുന്നു, ആ വാർദ്ധക്യ രൂപം അവർ കണ്ണാടിയിൽ കാണുകയും ചെയ്യുന്നു. Rises toward her day after day like a terrible fish. As time passes, the woman grows older, which frightens and disturbs her. കാലം കടന്നു പോകുന്നതിന് അനുസൃതമായി ആ സ്ത്രീ വാർദ്ധക്യത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് വളരുന്നു. അതവരെ ഭയപ്പെടുത്തുന്നു, അവരെ അസ്വസ്ഥയാക്കുന്നു. Old age is compared to a terrifying fish rising from the depths of the lake. തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന ഭയപ്പെടുത്തുന്ന ഭീകരരൂപിയായ ഒരു മത്സ്യത്തോടാണ് വാർദ്ധക്യം കടന്നു വരുന്നതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. Just as such a terrible fish would shock and frighten a person, the steady approach of aging fills the woman with fear and discomfort. അത്തരത്തിലുള്ള ഒരു ഭയപ്പെടുത്തുന്ന മത്സ്യം മനുഷ്യരെ പേടിപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് സ്റ്റഡി അപ്രോച്ച്, ക്രമേണയുള്ള സ്ഥിരമായ വാർദ്ധക്യത്തിന്റെ കടന്നുവരവ് ആ സ്ത്രീയെ ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥയാക്കുന്നതും. The phrase rises toward her suggests that aging is inevitable and unstoppable. ഇവിടെ rises toward her എന്ന ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത് aging is inevitable, പ്രായാധിക്യം എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്, and unstoppable, നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒന്നാണ്. While the comparison to a terrible fish indicates that it is shocking and discomforting. പ്രായാധിക്യത്തെ, പ്രായം കടന്നു വരുന്നതിനെ ഒരു ടെറിബിൾ ഫിഷിനോട് ഉപയോഗിച്ചിരിക്കുന്നത്, ആ കമ്പാരിസൺ അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് ഷോക്കിംഗ് ആൻഡ് ഡിസ്കംഫർട്ടിംഗ്, അത് ഞെട്ടിപ്പിക്കുന്നതാണ്, നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത് എന്നർത്ഥത്തിലാണ്. ഇത്രയുമാണ് മിറർ എന്ന കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, അവയുടെ ആശയങ്ങളും അർത്ഥതലങ്ങളും. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ലെസൺ അഥവാ ഈ കവിത ശരിയാം വിധം മനസ്സിലാക്കാൻ സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ
ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.